ഹായ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. നിരന്തരമായ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിരന്തരമായി സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ എന്താണ് കാരണം? ഒരു സങ്കടം അനുഭവിച്ച് അതിൻ്റെ തീവ്രത ഒരല്പം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു ദുഃഖം നമ്മളെ തേടി എത്തുകയായി. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്കിന്ന് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഒരു സങ്കടം ഉണ്ടായി. ആ സങ്കടം അതിൻ്റെ തീവ്രത ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അതേ സങ്കടം ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള രീതികൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സങ്കടം ഉണ്ടായി അതേ സങ്കടം തന്നെയാണ് റിപ്പീറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ തരണം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ സങ്കടം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കതിനെ തരണം ചെയ്യണമെന്നറിയാം. അപ്പം നമ്മൾ പൂർവ്വജന്മത്തിൽ മറന്നു കിടക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ജന്മവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനു മുന്നേ പല വീഡിയോസിലും പറയുകയുണ്ടായി, കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ സോള് എത്ര ദൂരം പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ജന്മത്തിൽ അറിഞ്ഞുകൂടാ. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും നിങ്ങളുടെ അറിവിലാണെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ എത്ര ദൂരം സഞ്ചരിച്ച ഒരു സോളാണ് നിങ്ങളെന്ന് അറിയില്ല. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നു. നിരന്തരമായി സങ്കടങ്ങൾ വരികയും നിങ്ങൾ വേറെ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സങ്കടങ്ങൾ നിരന്തരമായിട്ട് വരാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിരന്തരമായി സങ്കടങ്ങൾ വരികയും ടെൻഷൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ധ്യാനം പ്രാക്ടീസ് ചെയ്യുകയും ആ ധ്യാനം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സോൾ എന്താണ്, സോൾ എങ്ങനെയൊക്കെയാണ്, ശരിക്കും സോൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എന്നിൽ വരികയും അതിനു വേണ്ടിയിട്ട് വേറെ കുറേ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ പല പല ഓരോ ഒന്നിനെയും ബേസ് ചെയ്ത് പല പല കണക്ഷൻസ്, അതായത് പല പല രീതികളുമായിട്ട് കണക്റ്റഡ് ആവുകയായിരുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സങ്കടകരമായ പ്രശ്നങ്ങളൊക്കെയും അത്ഭുതകരമായ രീതിയിൽ തരണം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സോള് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുള്ളൊരു സോളാണ്. നിങ്ങൾക്ക് പാകതയും പക്വതയും വന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? കൊച്ചു കുട്ടികൾ കരയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറില്ല. അവർക്ക് അപ്പം പ്രായമുള്ളവർ പറയും, അല്ല വേണ്ട കള്ളക്കരച്ചിൽ, അത് കണ്ണുനീര് വരുന്നതേ ഇല്ല. സത്യം പറഞ്ഞാൽ ജലാംശത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് കണ്ണുനീര് വരാതിരിക്കാം അല്ലേ? പക്ഷേ പ്രായമായ ഒരു വ്യക്തി, നമ്മളെപ്പോലെയൊക്കെയുള്ള വ്യക്തികൾ ചില സങ്കടങ്ങൾ വരുമ്പോൾ കരയാറില്ല. അവരതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്താ കരയാത്തത്, ഇവർക്ക് എന്താ വിഷമം ഇല്ലേ, ഇവർ വിഷമം ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ചില ആൾക്കാർ സങ്കടത്തെ ഉള്ളിൽ പിടിച്ച് നിർത്തുന്നത് കൊണ്ട് കരയാതെ വരികയും പിന്നീട് അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാവുകയും ചെയ്യാറുണ്ട്. പക്ഷേ കുറേ ധ്യാനവും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് കരയാൻ ശ്രമിക്കില്ല. കരച്ചിൽ വരില്ല. കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി വളരെ നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആ സിറ്റുവേഷനെ എങ്ങനെ സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പിക്ചർ അവർക്ക് ഓൾറെഡി ഉണ്ട്. അവർ ആ സമയത്ത് കരയുകയോ പാനിക് ആവുകയോ ടെൻസ്ഡ് ആവുകയോ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുകയും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു വലിയൊരു സത്യമാണ് അല്ലേ? പെട്ടെന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അത്രയും നാൾ നമ്മൾ നിന്നിരുന്ന സേഫ് സോൺ, ആ സേഫ് സോണിനെ ആസ്പദമാക്കിയുള്ള നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സോൺ നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു ജോലി, നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്നൊരു നമുക്ക് ഒട്ടും ഇഷ്ടമില്ല, അത് ചെയ്യാൻ, അത് കണ്ടിന്യൂ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചൊരു ജോലിയാണത്. അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുകയും ഒട്ടും താല്പര്യമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാൻ നോക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ മറ്റു പല കാര്യങ്ങളും അതിൽ നിന്ന് വെളിയിൽ വരാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ വീട്ടുകാരാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവാം. അവർക്കൊക്കെ ടെൻഷനാണ്. ഇതൊന്നും പുറത്ത് വന്ന് കഴിയുമ്പം ഇത് നഷ്ടപ്പെട്ട്, ഈ വരുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി തീരുമെന്നൊരു ടെൻഷൻ അല്ലേ? അത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ സേഫ് സോൺ വിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ നമ്മളിലുള്ള അപാരമായ കഴിവിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ അത് അങ്ങനെ ഉറങ്ങിക്കിടക്കും. പല സിറ്റുവേഷൻസും അതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി തരുമ്പോഴൊക്കെ വീണ്ടും 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 അതിലിങ്ങനെ പറ്റിപ്പിടിച്ച്
കിടക്കുകയും നമ്മുടെ കഴിവുകളൊന്നും എങ്ങും എത്താതെ പോവുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നവർക്ക് മാത്രമേ ലൈഫിൽ സക്സസ് ആകാൻ കഴിയുകയുള്ളൂ. കാരണം എന്താണ്? ജീവിതം പഠിപ്പിക്കുന്ന യാതൊരുവിധ ടെക്നോളജിയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കേണ്ട, ഒബ്സർവേഷനിലൂടെയും നമ്മുടെ എക്സ്പെരിമെന്റുകളിലൂടെയും പഠിക്കേണ്ട ഒന്നാണ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ജീവിതത്തെ പഠിപ്പിക്കുന്ന യാതൊരുവിധ സിസ്റ്റവുമില്ല. അവിടെ ജീവിതം എന്താണെന്നല്ല പഠിപ്പിക്കുന്നത്, അല്ലേ? പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ച് വിടുന്നു എന്നതിനപ്പുറം ആ ഒരു സോണിൽ നിന്ന് പുറത്ത് വന്ന് ലൈഫിലേക്ക് പകച്ചു നിൽക്കുന്ന കുട്ടികളെയാണ് ഞാനിന്നിപ്പോൾ ഭൂരിപക്ഷവും കാണുന്നത്. കാരണം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക്, ഒരു +1 +2 കഴിഞ്ഞ കുട്ടിക്ക് അവരുടെ ലൈഫ് എന്താണ്, എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പണ്ടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് കുട്ടികൾക്ക് പലർക്കും അതറിയില്ല. ചില കുട്ടികളുണ്ട് എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടി പഠിച്ച് അവർക്ക് ഇന്ന ഇന്ന വിഷൻ ഉണ്ടെന്ന് കരുതി പോകുന്നവരും ഉണ്ട്. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുകയല്ല. പക്ഷെ സ്വന്തം കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ കഴിയാത്ത ഒരുപാട് കുട്ടികൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അവർക്കറിയില്ല അവരുടെ ഉള്ളിലെ കഴിവുകൾ എന്താണെന്ന്. അവരുടെ വീട്ടുകാർക്കറിയില്ല, അവരുടെ ടീച്ചേഴ്സിനറിയില്ല. അങ്ങനെ അവരിലുള്ള കഴിവുകളൊക്കെ അങ്ങനെ നിന്ന് അവർ തന്നെ ലാസ്റ്റ് ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. പണ്ടത്തെ കാലഘട്ടവും ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ പണ്ടുള്ള എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സും ഞാൻ തന്നെയും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പഠിക്കാൻ എന്നേക്കാൾ വളരെ മോശമായിരുന്നു ഈ വ്യക്തി. പക്ഷെ ഇന്ന് എന്നേക്കാൾ കൂടുതൽ ലൈഫിൽ സക്സസ് ആയി കാണുന്നു. അതിൻ്റെ ഗുഡൻസ് എന്താണെന്നുള്ളത്, അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലരുടെയും ജീവിതം എടുത്ത് എന്നേക്കാൾ എന്തോരം പുറകിലായിരുന്നു, പക്ഷെ എങ്ങനെ ഇത്രയും വെൽ സെറ്റിൽഡ് ആയി എന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ടോ ആരെങ്കിലും? അതെന്താണെന്ന് അറിയാമോ? വിഷ്വലൈസേഷൻ പവർ, അല്ലെങ്കിൽ അവരുടെ കഴിവ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വിശ്വസിക്കാതെ അവരുടെ കഴിവിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. അവർ അക്കാഡമിക്കലി വളരെ മുന്നിലല്ലെങ്കിലും അവരവരുടെ കഴിവിൽ, അവരിലുള്ള ആ ഒരു അപാരമായ കഴിവ് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അതെല്ലാവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ സാധിക്കാതെ പോകുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുറത്ത് വരാൻ തയ്യാറാകുക. ആ കംഫർട്ട് സോൺ വീടിൻ്റെ അടുക്കളയിലായിരിക്കുക, അല്ലേ? ചില ആൾക്കാരുണ്ട് വീടിൻ്റെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ജോലിക്കൊന്നും പോകുന്നില്ല. പക്ഷെ അവർക്കും ഉണ്ട് അപാരമായ കഴിവ്. നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നവരുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാവുന്നവരുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ട്. പക്ഷെ അവരാരും ഒന്നിനും വില്ലിങ് ആവുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം ഞാൻ എന്നെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ മറ്റു പല കാര്യങ്ങളും കൺസേൺ ചെയ്തുകൊണ്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അപാരമായ ഒരു പവറുണ്ട്. ആ പവറിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ലൈഫിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയായി നിന്നിട്ട് ലൈഫിൽ പെട്ടെന്ന് ഉദിച്ചുയരുന്നവരുണ്ട്, അല്ലേ? പെട്ടെന്നാണ് അവരുടെ വളർച്ച. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ട്? അവിടെ സോള് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് ആവശ്യം ഇതല്ല, ഇതിനപ്പുറം ആ കാര്യങ്ങളുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നതെന്ന് സോള് തിരിച്ചറിഞ്ഞിട്ട് ആ ആ ഒരു ജീവിതം ആ ഒരു പാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ ചില അവസരങ്ങളിലൊക്കെയും ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നില്ല, മറിച്ച് നമ്മളിവിടെ സംഭവിപ്പിക്കേണ്ട കാര്യങ്ങളായിട്ട് മാറുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ സേഫ് സോൺ വിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക, അല്ലെ? നമ്മൾ ഒതുങ്ങിയിരിക്കുന്ന അപാരമായ കഴിവിനെ വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു തുടക്കം നേരത്തെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി. അത് വെറുതെ തുടങ്ങിയതല്ല. ഇന്നോ ഇന്നലകളിലോ ഞാൻ ഇതിൻ്റെ പുറകെ പോയ ഒരാളല്ല. എനിക്കിപ്പോൾ എന്താണ്ട് ഒരു 35 വയസ്സോളം ഉണ്ട്. ഞാനൊരു 13 വയസ്സ് മുതലേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലൊക്കെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു 3 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് മാത്രം എൻ്റെ ബസ്സിലൊക്കെയുള്ള ബസ്സിലൊരു ഒരു 1.25 മണിക്കൂറൊക്കെ ഞാൻ ചില ദിവസങ്ങളിൽ അത് 1.5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ വരുന്നുണ്ട് ബ്ലോക്കൊക്കെ ആകുമ്പോൾ. ആ സമയങ്ങളിൽ അത്രയും ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തു. 13 വയസ്സ് മുതൽ ഇതിൻ്റെ ഒരു കണക്ഷൻ ഞാൻ എൻ്റെ ലൈഫായിട്ട് ഉണ്ടെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ടാണ്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് വരണമെന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നും ഒക്കെ തോന്നിയത്. കാരണം അങ്ങനെ തോന്നാനുള്ള കാരണം, ഒരു ദിവസം ഞാൻ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സോളിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നി. മണ്ടത്തരമല്ല ഞാൻ പറയുന്നത്, റിയാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ എൻ്റെ സോള് പുറത്ത് വന്നിട്ടുണ്ടാവണം, അല്ലേ? സോള് നമ്മുടെ ശരീരം വിട്ട് പുറത്ത് വരുന്ന അവസ്ഥയെ നമ്മൾ എപ്പോഴും പറയും മരണമാണെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സോള് പുറത്ത് പോകുന്നുണ്ടെന്നാണ് ഈ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യം. അത് പുറത്തു പോവുകയും പുറത്തു പോയി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ സോളിൻ്റെ പ്രസൻസ് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ആ സോള് ആ സമയത്ത് പുറത്തായിരിക്കണം. അതുകൊണ്ടാണ് ധ്യാന സമയത്ത് എനിക്ക് അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ഒരു സംശയത്തിൻ്റെ പുറകെ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി. പൂർവ്വജന്മവുമായിട്ടുള്ള കണക്ഷൻസിനെ കുറിച്ച് മനസ്സിലായി. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയായിരുന്നു, കർമ്മ എഫക്റ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവൃത്തിയെയും പോസിറ്റീവ് ആക്കണമെന്ന് തീരുമാനിച്ചത്. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ കഴിയും. വിഷ്വലൈസേഷനിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ, ഏത് ആഗ്രഹമായാലും അതിനെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ഇത് സാധ്യമാകും എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ അത് എനിക്ക് സ്വയം ഫീൽ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കാര്യത്തിൽ അത് ഒരു റിയാലിറ്റി. അതുപോലെ തന്നെ ഈ അടുത്ത സമയം വരെ ഞാൻ നിന്നിരുന്നൊരു കംഫർട്ട് സോൺ, ആ സോണിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാൻ ആ സോണിൽ നിന്ന് പുറത്തു വരണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ പൂർവ്വജന്മമായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്ഷൻസിനെ നമുക്ക് നോക്കാൻ സാധിക്കണം, മനസ്സിലാക്കാൻ സാധിക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അതിനെ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ട് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ ജീവിച്ച്, സാധാരണ രീതിയിൽ ചിന്തിച്ച്, സാധാരണ രീതിയിൽ ഏതൊരു മനുഷ്യനെയും കൂട്ട് ഭൂമിയിൽ സാധാരണ ജീവിക്കുകയും ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആ ഒരു പ്രോസസ്സിലോട്ട് പോകാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്ത് വെച്ചിട്ട് പോകണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും ആ ഒരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഒരു ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് മതിപ്പ് തോന്നി. കാരണം ഞാൻ എങ്ങനെ ഈ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യുമെന്ന് എൻ്റെ പേരൻസ് പോലും അന്തം വിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നില്ല, എനിക്ക് സങ്കടം വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് വല്ലാത്തൊരു കോൺഫിഡൻസ് വരുന്നു, ഞാൻ ഈ സിറ്റുവേഷൻ തരണം ചെയ്യും, എനിക്കതിന് സാധിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തോട്ട് വരുന്നു? മറ്റുള്ളവർ ഞാൻ കരയുമെന്ന് പ്രതീക്ഷിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ കരയുന്നില്ല, ഞാൻ പാനിക് ആവുമെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസിൽ ഞാൻ പാനിക് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വിൽ പവർ നേടിയെടുത്തത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അത് മെഡിറ്റേഷൻ, ധ്യാനം, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ്. അമിതമായ ഒരു വിശ്വാസത്തെയും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നില്ല. അത് അന്ധവിശ്വാസമായിട്ട് കൺവേർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള വഴി ഓൾറെഡി തുറക്കപ്പെടുകയാണ്. കാരണം എന്നറിയോ, നമ്മൾ നമ്മുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയത് മാത്രമേ ഇവിടെ ഒരു തെറ്റായിട്ട് നിലനിൽക്കുന്നുള്ളൂ. കാരണം നമ്മളെ ഇങ്ങോട്ട് വിട്ട യൂണിവേഴ്സിനറിയാം നമ്മുടെ ശക്തിയെക്കുറിച്ച്, നമ്മളെ കാണുന്നവർക്കറിയാം നമ്മുടെ ശക്തിയെക്കുറിച്ച്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവാത്തിടത്തോളം കാലം നമ്മുടെ സക്സസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇതിനിടയ്ക്ക് നമ്മളെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന നമ്മളെ ഡൈവേർട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പേര് വരും, അല്ലെ? നമ്മുടെ എനർജീസ്, ലോ എനർജി, ഹൈ എനർജി തമ്മിലുള്ള ഒരു വേരിയേഷനെ കുറിച്ച് കഴിഞ്ഞ തവണത്തെ വീഡിയോസിൽ ഞാൻ പറയുകയുണ്ടായി. എന്താണ് ലോ എനർജി, എന്താണ് ഹൈ എനർജി എന്ന് പറയാം. നമ്മളെപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മൾ അതിനുവേണ്ടി മെനക്കെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിട്ടിരിക്കും. ഇത്തരത്തിൽ ഹൈ എനർജി ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ പറയുകയുണ്ടായി, ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നു.
അങ്ങനെ ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പണം മാത്രം മോഹിച്ചതിന് വേണ്ടി ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ സാധിച്ചു. പണം ഒന്നും മോഹിക്കാതെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യം പ്രകടിപ്പിച്ചവരെ കാണാൻ സാധിച്ചു. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെ ഈ മേഖലയിൽ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുകയും എൻ്റെ ഞാൻ എന്തൊരു സംശയം വന്നാലും മനസ്സിൽ സ്മരിക്കുകയും ചെയ്യുന്ന VMC മെഡിറ്റേഷൻ ചാനലിലെ സീമാജി, ഒരിക്കലും മറക്കാൻ കഴിയില്ല സീമാജി എനിക്ക്. കാരണം എൻ്റെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ എനിക്ക് ധ്യാനത്തിൻ്റെ രൂപത്തിൽ ആ വീഡിയോസ് എൻ്റെ മുന്നിലെത്തുകയും ധ്യാനത്തിലിരുന്നപ്പോൾ ഉണ്ടായ എൻ്റെ സംശയത്തിനൊക്കെയും എനിക്ക് മറുപടി തന്ന ഒരാളാണ് സീമാജി. VMC മെഡിറ്റേഷൻ ചാനൽ, വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ ആണ്. ആ ചാനലിലെ സീമാജി എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്തെങ്കിലും ഒരിക്കലും നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. പല പ്രയാസമുള്ള സമയങ്ങളിലൊക്കെയും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. സീമാജി ഒരുപാട് നന്ദി. കാരണം എൻ്റെ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിട്ട് സീമാജി എന്നോട് പറഞ്ഞു, സ്വന്തം ആത്മാവിലേക്ക് നോക്കൂ, ഉള്ളിലേക്ക് ശ്രദ്ധിക്കൂ, എന്നോട് സംശയങ്ങൾ ചോദിക്കാതെ സ്വയം സംശയങ്ങൾ ചോദിക്കൂ എന്ന് എനിക്ക് പറഞ്ഞു തന്നയാളാണ് സീമാജി. അപ്പം അത് ഞാൻ എന്നോട് തന്നെ, അപ്പം എനിക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്കെല്ലാം മറുപടി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം അത് പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആണ്. അറിവുകളൊന്നും പൂർണ്ണമാകുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ സോളിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പഠനവും നിരീക്ഷണവും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊന്നും അവസാനമല്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു പ്രോസസ്സാണ്. അത് എനിക്കൊരുപാട് പറയാനുള്ളത് എന്താണ്, പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് വിഷ്വലൈസേഷൻ പവറിനെ കൂട്ടുന്നു. നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിലാണ് നമ്മുടെ ഭൂമിയിലെ ഊർജ്ജ സ്രോതസ് എല്ലാം തന്നെയും. അത് വിശാലമാണ്. ഒരു മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമാണ്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി, നമ്മുടെ ചിന്തകളുടെ പവർ, നമ്മുടെ മെഡിറ്റേഷൻ്റെ പവർ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരാഗ്രഹം നമ്മുടെ കൈകളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് ദുഷിക്കുകയും വിഷമിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു ചിന്തകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിഷ്വലൈസേഷൻ അത്ര എളുപ്പത്തിൽ സാധ്യമാവുകയില്ല. അത് എളുപ്പത്തിൽ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ വിശാലമായിരിക്കണം. എല്ലാവർക്കും നമ്മളിലൂടെ നന്മയുണ്ടാകണം എന്നുള്ള ചിന്ത വേണം. ആരുടെ ഉയർച്ചയിലും വേദനിക്കാത്തൊരു മനസ്സ് വേണം. എല്ലാവരും ഉയരട്ടെ, എല്ലാവരും സമ്പന്നരാകട്ടെ എന്നുള്ളൊരു ചിന്ത വേണം. സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? സമൃദ്ധി, ഞാൻ പലപ്പോഴും സമൃദ്ധിയെക്കുറിച്ച് പറയുകയുണ്ടായി. ശരിക്കും സമൃദ്ധി എന്താണ്? നമുക്കൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നിറവല്ലേ? എങ്ങനെയുള്ള നിറവാണ്? കുറേ പണം, കുറേ കാറ്, വലിയ വീട്, ആ വീടിനകത്ത് കുറേ ആഡംബര സാധനങ്ങൾ, ഇതൊന്നുമല്ല സമൃദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പൂർണ്ണനാണ്. എനിക്കുള്ളതിലെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എന്നിൽ ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ ജീവിതം എന്താണോ അതിൽ എനിക്ക് സമൃദ്ധി കാണാൻ കഴിയുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി അല്ലേ? എന്താണോ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, എന്തിലാണോ നമുക്ക് നിറവ് കിട്ടുന്നത്, അതാണ് സമൃദ്ധി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ ഒരുപാട് ആഡംബര ജീവിതം നയിക്കുന്നവർ അത്തരത്തിലൊരു ലൈഫാണ് സമൃദ്ധി എന്ന്. അതും സമൃദ്ധിയുടെ ഭാഗമാണ്. പക്ഷെ സമൃദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല കേട്ടോ. സ്പിരിച്വാലിറ്റിയിൽ ഇവിടെ സമൃദ്ധിയുടെ അർത്ഥം, നീ നിനക്കുള്ളതിനെല്ലാം നന്ദിയുള്ളവനാണോ? നീ നിന്നിൽ സന്തുഷ്ടനാണോ? നിന്റെ ലൈഫ് നിനക്ക് ഓക്കെ ആണോ? നിനക്ക് എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നീ എല്ലാത്തിനും ഈശ്വരനോട് താങ്ക്സ് പറയുന്നവനാണോ? എങ്കിൽ നീ സമൃദ്ധിയിലാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ സമൃദ്ധിയിലാണ്. ഞാൻ സമൃദ്ധിയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ലൈഫ് എന്താണോ അതിലെല്ലാം എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. എനിക്കില്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നുള്ള ചിന്ത എൻ്റെ മൈൻഡിലുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് യൂസ്ഫുൾ ആകണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചിന്തകളിലൂടെ സമൃദ്ധിയിലെത്തട്ടെ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം ജഗദീശ്വരൻ കൊണ്ടുതരും. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് സമൃദ്ധിയിലാണെങ്കിൽ ഈ സമൃദ്ധി എന്ന് പറയുന്ന സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ അധികം താമസമില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവരും നിറവോടുകൂടി ജീവിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.